ഷെയ്ൻ്റെ ആക്ടിങ് ജേർണി നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു കുറച്ച് പെക്യൂലിയർ ആണ്. കാരണം സാധാരണ ഷെയ്ൻ്റെ ഏജിൽ ആക്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ലൈറ്റ് ആർട്ട് സിനിമകൾ ചെയ്തിട്ട് പെരുക്കെ കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്യും. ഷെയ്ൻ തുടക്കം തൊട്ട് വളരെ ഇന്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും അങ്ങനത്തെ സിനിമകളുടെ ഭാഗമായിരുന്നു. അത് ഷെയ്നെ എത്രത്തോളം പലയിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ലൈക്ക് ഇറ്റ് ടുക്ക് ആൻ ഇമോഷണൽ ടോൺ ഓൺ യു എന്നത്. അതിൽ നിന്ന് ഷെയ്ൻ ഇപ്പോൾ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ആ ഒരു ഫേസ് എനിക്ക് അതാ ഇരുന്ന ഒരു ടൈമിൽ നമ്മളെല്ലാവരും ഇരുന്നപ്പോൾ എല്ലാവരും അവരവരെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനും എന്നെപ്പറ്റി ചിന്തിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു സിനിമകൾ വേണ്ടാന്ന് വെക്കല്ല. അതായത് അത് മാത്രം ആ ഒരു 2 മണിക്കൂർ നമുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ആൾക്കാരെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാലും അത് ഇച്ചിരി കൂടുതലാണ്. സോ ഞാൻ മനസ്സിലാക്കിയത് ഇതെല്ലാം വേണമല്ലോ. ഒരു സിനിമയ്ക്ക് ഇൻറ്റൻസായ മുഹൂർത്തങ്ങൾ ഉറപ്പായും വേണം. അപ്പോൾ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കൊളാബാണ് ആക്ച്വലി. അത്തരം പടങ്ങൾ വരാനും, ഇപ്പോൾ ഈവൻ ബൾട്ടി ആണെങ്കിലും അതിൽ ലൈറ്ററായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, അതിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അത്തരം നല്ല ഫണ്ണായിട്ടുള്ള അങ്ങനെ ഒരു പരിപാടികളുണ്ട്. ഈവൻ ഈ പറഞ്ഞ പോലെ മാസ് അല്ലെങ്കിൽ അങ്ങനത്തെ എലമെൻറ്റ്സ് ഉണ്ട്, ലവ് ഉണ്ട്, ഫാമിലിയുടെ ചെറിയ പരിപാടികൾ. അപ്പോൾ ഇതെല്ലാം ഒരു പടത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, അതായത് എല്ലാ പടത്തിനും അല്ല, ജോണർ ഡ്രിവൺ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത പടം ജിത്തു സാറിൻ്റെ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന പടം അതൊരു കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യേണ്ടി വരും. ബട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു. അതായത് സംഭവം ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഈ 2 മണിക്കൂറും ചെയ്യേണ്ട, അല്ലാതെ കുറച്ചായിട്ടൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ച് എനിക്കും നല്ലതെന്ന് തോന്നി. അതെ 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 അല്ലല്ല, അതാ പറഞ്ഞേ. എല്ലാം ഇപ്പൊ നമ്മളിപ്പോ കാലാവസ്ഥ നോക്കുമ്പോൾ ഇടക്ക് മഴ പെയ്യും, ഇടക്ക് വെയിലൊക്കെ വരുന്ന പോലെ തന്നെ അങ്ങനത്തെ ഒരു മനുഷ്യൻ എല്ലാം ഉള്ള ഒരാളാണ്. ഇമോഷണൽ ആയിട്ടുള്ള ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കാര്യത്തിൽ അതിൽ മുഴുവനാണ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കര സെൻസിറ്റീവായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യും. അല്ല, അതാണ് ആ ബാലൻസ്. ഇന്നിപ്പോൾ ഞാൻ ശ്രമിക്കുന്നതും അതാണ്. ഈ പ്രെപ്പ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്രയും ക്യാരക്ടർ ഉള്ളിലോട്ട് പിന്നെ ആ സിനിമ കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ പറ്റാതാവുന്നത്? അല്ല, പക്ഷെ അത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് കുറേ എനിക്ക് മാറ്റം ഉണ്ടായെന്ന് പറയാൻ കാര്യം, ഇഷ്കെല്ലാം ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നു, അത് കഴിയുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്ക് തന്നെ പറ്റുന്നുണ്ട്. പക്ഷെ ആ ചെയ്യുന്ന ഒരു കാലയളവിൽ ചെറിയതായിട്ട് അതിൻ്റെതായ, ഇപ്പം ഞാൻ ചെയ്തത് ലാസ്റ്റ് പോലീസ് ഓഫീസർ ഭയങ്കര കൃത്യനിഷ്ഠ, ഭയങ്കര വേറെ രീതിയിലുള്ള ഭയങ്കര എന്താ പറയുക ക്ലീൻ ആയിട്ടുള്ള പ്രോപ്പർ തിങ്കിങ്ങുകൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ അതിൻ്റെതായ ഇൻഫ്ലുവൻസ് എൻ്റെ ലൈഫിലുണ്ടാവും. ഈവൻ ഞാൻ ഇടുന്ന ഡ്രസ്സിൽ പോലും ഉണ്ടാവും. അതായത് അത് ഞാൻ അറിഞ്ഞുകൊണ്ടേനല്ല, അതെന്നെ ചിലപ്പോൾ ആ ക്യാരക്ടർ കൂടുതലായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സോണിൽ തന്നെ നിൽക്കാനോ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതുകൊണ്ട് എൻ്റെ വേറെ ഒരു പേഴ്സണൽ ലൈഫിനെ ഞാനത് എഫക്റ്റ് ചെയ്യാനും സമ്മതിക്കുന്നില്ല ഇപ്പോൾ. അതാണ് ആ ഒരു ഡിഫറൻസ്. അല്ല, സ്വയമായിരുന്നു. സ്വയം നമുക്കത് പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കുറേയും കൂടി കുറച്ചതാ പറഞ്ഞത്, ഡിറ്റാച്ച് ആൻഡ് അറ്റാച്ച് ആ ഒരു പരിപാടിയിലേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഉത്തരം. അതായത് മനുഷ്യൻ എന്ന രീതിയിൽ ഇവോൾവായി, ആർട്ടിസ്റ്റ് എന്ന രീതിയിലും ഇവോൾവ് ആയപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി, അത് റിയലൈസേഷൻ നമുക്കങ്ങനെ പറ്റും എന്നുള്ളൊരു ഇതിലേക്ക് എനിക്ക് എത്താൻ പറ്റി. ഇതാ അതിൻ്റെ ആ ചോദ്യത്തിനുള്ള ഏറ്റവും നല്ല ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ ഈ ദിവസം വരെ ആക്ടർ ആകണം എന്ന് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് എങ്ങനെ നിങ്ങൾക്കത് കണക്റ്റ് ആവുമെന്ന് അറിയില്ല. അതായത് ഞാനിപ്പോൾ ഒരു ദിവസം രാവിലെ എൻ്റെ ചിന്തിക്കുകയാണ് എനിക്കൊരു ആക്ടർ ആകണം, അങ്ങനെ ഒരു ഡേ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ആ വഴിയിൽ ഇപ്പം എനിക്കൊരു കഥാപാത്രം നിന്ന് ഞാൻ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇന്ന് മുതൽ ഞാനൊരു നടനാകുമെന്നുള്ളൊരു ഡേ എനിക്ക് ഉണ്ടായിട്ടില്ല. അതാണ് അതിനുള്ളൊരു ഉത്തരം. ബേസിക്കലി ആ ഒരു ഫ്ലോയിനോടൊപ്പമാണ് പോയത്. അത് കംപ്ലീറ്റ്ലി അതാ പറഞ്ഞത്. അതിപ്പോൾ നമുക്കൊരു
ഒരു ഡേ അല്ലെങ്കിൽ ഒരു കാര്യമല്ല, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാ വർക്കും നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് തരും. എല്ലാ വർക്കിലും ഒരേപോലെ അല്ലാന്ന് തന്നെ. ഇപ്പോൾ ബൾട്ടി ചെയ്യണ പോലെ അല്ല ലിറ്റിൽ ആർട്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലെ അല്ല ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ചെയ്ത് അത് അങ്ങനത്തെ അല്ല, ഇപ്പോൾ ഹാൽ എന്ന് പറഞ്ഞ സിനിമ അങ്ങനത്തെ അല്ല, അതൊരു ലവ് സ്റ്റോറി വേറെ കംപ്ലീറ്റ്. അപ്പോൾ അതിലെ സെറ്റ് പോലും ഡിഫറെൻ്റ് ആണ്, അതിലെ വർക്കിംഗ് സ്റ്റൈൽ പോലും ഡിഫറെൻ്റ്. അപ്പോൾ നമ്മൾ ഓരോന്നിന്നും അഡാപ്റ്റ് ചെയ്യണം, ഓരോന്നിന്നും നമുക്കൊരു ലേണിങ്ങും ഉണ്ടാവും എന്നുള്ളതാണ്. പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നത് ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ. എനിക്ക് ഒരു ബാലൻസിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു. അപ്പോൾ എല്ലാം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. എൻ്റെ ഫാമിലി ടൈമും എൻ്റെ ഒരു പേഴ്സണൽ ടൈമും ഒക്കെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെ, ബൾട്ടി. അതെ, ആ ജേണി ഭയങ്കര സിനിമാറ്റിക് ആയ ജേണിയാണ്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസും ഒരുപാട് ഡ്രമാറ്റിക്കായ മുഹൂർത്തങ്ങളും ഒക്കെയുള്ള ഭയങ്കര രസമുള്ളൊരു സിനിമയാണ് എൻ്റെ മേക്കിംഗ് ഓഫ് ആൻ ആക്ടർ എന്ന് ഇപ്പോൾ ഷൈനിങ് ജേണി. അതൊരു ഭയങ്കര സിനിമാറ്റിക് ആയൊരു ജേണിയാണ്. അതിനെ അതാ പറഞ്ഞത്, സിനിമയുടേതായ ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, നമ്മൾ ആദ്യം ഒരു 20 മിനിറ്റിൽ ഇന്നാവും, പിന്നെ അയ്യോ നമ്മുടെ പ്രൊട്ടഗണിസ്റ്റിന് പ്രശ്നം വരും, അയാൾ സോൾവ് ആയിട്ട് പുറത്തേക്ക് ചാടും, പിന്നെ നോക്കുമ്പോൾ അയ്യോ അത് കഴിഞ്ഞ് വേറെ പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞ പോലെ അതിങ്ങനെ ഒരു പാർട്ടും ഒക്കെ അടിച്ചു പോകുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. അങ്ങനെ എത്താൻ പറ്റുമോ നമുക്ക്? ഒരു ഇതാ പറഞ്ഞത്, നമ്മളിപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കും തോറും ആ സിനിമ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഫേസ് ചെയ്ത കുറെ ഇഷ്യൂസ് ഉണ്ടല്ലോ, അത് ഷെയ്നിന്റെ ഒരു ഇമോഷണൽ ബീയിങ് ആയതുകൊണ്ടുണ്ടായതാണ് കുറെ പ്രശ്നങ്ങൾ നമുക്ക് തോന്നാറുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ. സ്വയം ഒബ്സർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ അഡ്വൈസ് ചെയ്യുന്നത്? ചില കാര്യങ്ങൾ ഞാൻ അനലൈസ് ചെയ്യാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കാര്യം എനിക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഉത്തരത്തിലെത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. കാര്യം ജീവിതത്തിൽ നമ്മളിപ്പോൾ ഞാൻ കാണുന്ന ഒരു വിഷയം ഇപ്പോൾ ഞാൻ കാണുന്ന പോലെ അല്ലായിരിക്കും ആ ക്യാമറമാൻ എന്നെ കാണുന്നത് എന്ന് പറയുന്ന പോലെ പേഴ്സ്പെക്റ്റീവാണ് ലൈഫിൽ ഒരു വലിയൊരു സംഭവമാണത്. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നടക്കുന്ന ഒരു കാര്യത്തിനെയാണ് എനിക്ക് അനലൈസ് ചെയ്യാനോ ഇതാക്കാനോ പറ്റുള്ളൂ. പക്ഷെ നടന്ന വിഷയത്തിന് ശരിക്കും നമുക്ക് അനലൈസ് ചെയ്യാൻ നമുക്ക് അതിനുള്ളൊരു കഴിവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എല്ലാവരുടെയും പേഴ്സ്പെക്റ്റീവിൽ അവരവരുടേതായ ശരികളുണ്ട്. അപ്പോൾ ഇതിൽ ഞാനാണ് ശരി അല്ലെങ്കിൽ മറ്റേയാളാണ് ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ വാദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു നോ യൂസാണ്. നമുക്ക് എവിടെയും ചെന്ന് എത്തിക്കാൻ പറ്റില്ല. സോ ഇപ്പോൾ ചോദിച്ച ചോദ്യം ഇമോഷണൽ ബീയിങ് ആയതുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ ഇമോഷണൽ ബീയിങ് ആയതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ചില വർക്കിനോട് നമ്മളൊരു കമ്മിറ്റഡ് ആയി നിൽക്കുമ്പോൾ നമ്മളെ വേറെ രീതിയിൽ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. ആ വിഷമം ചിലപ്പോൾ ഏത് രീതിയിലായിരിക്കും അത് പുറത്തു വരിക എന്നുള്ളതാണ്. ചിലപ്പോൾ അത് മോശമായി വരാം, ചിലപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഓപ്പോസിറ്റ് കേൾക്കുന്ന ഒരാൾക്ക്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചില സമയത്ത് ഇല്ലാണ്ടാവുമ്പോഴാണ് അതൊരു വേറൊരു പ്രശ്നത്തിലേക്കൊക്കെ പോവുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാനൊന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ, ചെയ്യേണ്ടവരെല്ലാം ചെയ്തതുകൊണ്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വന്നില്ല. എല്ലാവരും ഓരോ അല്ല ഞാൻ അതൊരു ഇതായിട്ട് പറയല്ല, ഒരു മോശം കാര്യമായിട്ട് പറയല്ല. എനിക്ക് സിനിമയിൽ നിന്ന് സത്യം പറഞ്ഞ സുഹൃത്തുക്കളില്ല. അത് എനിക്ക് തോന്നുന്ന ഒരുമാതിരിപ്പെട്ട അതിൻ്റെ ഒരു ഫാക്റ്റാണ്. അല്ലാതെ നമ്മൾക്ക് നമ്മളെവിടെയെങ്കിലും കാണുമ്പോൾ ഇതാവുന്നു, അതവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുന്നു, അല്ലെങ്കിൽ കൈ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. എൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു സിനിമയിൽ നിന്നൊരു സുഹൃത്തില്ല. എനിക്ക് എൻ്റെ സ്കൂളിൽ പഠിച്ച കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയൊരു എൻ്റെ ഒരു ബേർഡൻ ഞാൻ പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷമം പങ്കുവെക്കുന്നത് ശരിക്കും എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതാണ് എൻ്റെ ഉത്തരം. ഫ്രഷർ ഫേസ് ചെയ്യുന്നതിലപ്പുറം ഒരുപാട് പ്രശ്നങ്ങൾ ഷെയ്ൻ ഫേസ് ചെയ്തു കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ.
അതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാവരും ഓരോ പാഠങ്ങൾ പഠിക്കില്ല നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസിലൊക്കെ എന്ത് ഷെയ്ൻ പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. യു ഹാവ് ടു ബി എ ലിറ്റിൽ ഡിറ്റാച്ച് ഫ്രം യുവർ വാട്ട് എവർ യുവർ സിറ്റുവേഷൻ. ഡിറ്റാച്ച് ആയിരിക്കണം. ആ ഡിറ്റാച്ച് ആയിക്കൊണ്ട് തന്നെ നമുക്ക് അറ്റാച്ച് ആവാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. ഇൻഡസ്ട്രീനെ എങ്ങനെ ഇപ്പം നോക്കിക്കാണും?